എല്ലാവർക്കും നമസ്കാരം. സ്വന്തം ഭാര്യ കിടപ്പുമുറിയിൽ വെച്ച് ഭർത്താവിനെ കാണാൻ പറ്റാത്ത രീതിയിൽ കാണുകയും അതിന്റെ എല്ലാം ഫോട്ടോകൾ എടുത്തു വെക്കുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ ഒരു നാണവും ഉളുപ്പുമില്ലാതെ ഇലഭ്യമായ മുഖവുമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കവലപ്രസംഗം നടത്തുകയും അത് കേട്ട് കയ്യടിക്കാനായിട്ട് കുറെ പൊട്ടന്മാരും. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളാണ്. തന്റെ ഭർത്താവിനെ കാണാൻ പറ്റാത്ത രീതിയിൽ താൻ കാണുകയും അതിന്റെ ഫോട്ടോകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുമാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിനോട് നമ്മുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായമാണ് അതിലും രസം. രാജ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം കേരളത്തിലെ പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടിയോടൊപ്പം അതുപോലെ തന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയോടൊക്കെ ഒപ്പമാണ് തന്നെ ഉപമിച്ച് ഈ കാര്യങ്ങളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ന്യായീകരിച്ചത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രണയമുണ്ടായിരുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാണ് എന്നും ചൂടുള്ള പ്രണയമാണ് മാധവിക്കുട്ടി ഇഷ്ടപ്പെട്ടിരുന്നതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ ന്യായം. പ്രണയമില്ലാത്തവർ ഭ്രാന്തന്മാരാണ് എന്നും തനിക്ക് ഏകദേശം 5000 പ്രണയമുണ്ട് എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പറഞ്ഞത്. ഗതാഗത മന്ത്രിയോട് പറയാനുള്ളത്, ചൂടുള്ള പ്രണയം ഇഷ്ടപ്പെട്ടിരുന്ന മാധവിക്കുട്ടിയും ഏറ്റവും കൂടുതൽ പ്രണയമുണ്ടായിരുന്ന അങ്ങയുടെ ഭാഷയിൽ കേട്ടോ, എന്റെ ഭാഷയിലല്ല, അങ്ങയുടെ ഭാഷയിൽ, അതും കൂടി എടുത്തു പറയണല്ലോ, ഏറ്റവും കൂടുതൽ പ്രണയമുണ്ടായിരുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഒക്കെ ഉണ്ടായിരുന്നത് പ്രണയമായിരുന്നു. തന്നെ പോലെയുള്ള അസുഖമല്ലായിരുന്നു. അവർക്കുണ്ടായിരുന്നത് ആത്മാർത്ഥ പ്രണയങ്ങളായിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും അതുപോലെ തന്നെ ചൂടുള്ള പ്രണയം ഇഷ്ടപ്പെട്ടിരുന്ന കേരളത്തിന്റെ സാഹിത്യകാരി മാധവിക്കുട്ടിക്കൊക്കെ ഉണ്ടായിരുന്ന ആത്മാർത്ഥ പ്രണയമായിരുന്നു. ഇത് പറഞ്ഞ് ഞാനല്ല, ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയാണ്. കാരണം മാധവിക്കുട്ടിക്ക് ചൂടുള്ള പ്രണയമാണ് ഇഷ്ടപ്പെട്ടിരുന്നതെന്നും രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രണയമുണ്ടായിരുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാണ് എന്നും പറഞ്ഞത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടായിരുന്നത് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു. പക്ഷെ തനിക്കുള്ളത് പ്രണയമല്ല, അത് വേറെയാണ്. കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാരോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് 5000-ഓളം പ്രണയമുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ ഒരു പ്രണയത്തിന്റെ കാര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇനി ബാക്കി 4999 പ്രണയങ്ങളുടെ കാര്യങ്ങളും കൂടി അറിയാനുണ്ട്. അപ്പോൾ ഡിവൈഎഫ്ഐക്കാര് ഡെയിലി ഒരു 5000 വെച്ചിട്ട് അയച്ചു കൊടുക്കുക. നിങ്ങൾ എന്താ രാഹുൽ മാങ്കൂട്ടത്തിനും മറ്റൊക്കെ അയച്ചു കൊടുത്തിരുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. അതുപോലെയുള്ള സാധനങ്ങളെ ഒരു 5000 വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗതാഗത മന്ത്രിക്കും അയച്ചു കൊടുക്കാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഡിവൈഎഫ്ഐ സഖാക്കളോട്. എല്ലാവർക്കും നമസ്കാരം.